കർത്താവിൻ്റെ വചനം അനുസരിച്ചാൽ, ആ കർത്താവിൻ്റെ വചനത്തിലൂടെ നമ്മൾ നടക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ബ്ലെസ്സിങ്സ് ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 119 സങ്കീർത്തനത്തിൽ നിന്ന് അല്പവചനം നമുക്ക് ധ്യാനിക്കാം. 119 സങ്കീർത്തനത്തിൻ്റെ 143 വാക്യം, കഷ്ടവും സങ്കടവും എന്നെ പിടിച്ചിരിക്കുന്നു, എങ്കിലും നിൻ്റെ കൽപ്പനകൾ എൻ്റെ പ്രമോദമാകുന്നു. ഈ 119 സങ്കീർത്തനം ആരെഴുതിയെന്ന് അവിടെ എഴുതിയിട്ടില്ല, എങ്കിലും അത് ദാവീദിനാൽ എഴുതപ്പെടുന്നു എന്ന് ജൂയിഷിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ പ്രകാരം അങ്ങനെയാണ് പറയപ്പെടുന്നത്. 119 സങ്കീർത്തനം ദാവീദിനാൽ എഴുതപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. അതിൻ്റെ ഓരോ പാട്ട് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഈ 119 സങ്കീർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൽപ്പന, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ന്യായപ്രമാണം, ഈ 3 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. അതായത് കമാൻഡ്മെൻറ്റ്സ്, വേർഡ് ഓഫ് ഗോഡ്, ലോയ്, ഇങ്ങനെ വേർതിരിച്ചിരിക്കുകയാണ് 119 സങ്കീർത്തനം. എങ്ങനെയാണ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കർത്താവിൻ്റെ കൽപ്പന എങ്ങനെ നമുക്ക് പ്രമോദമാകും, ആ കൽപ്പന അനുസരിച്ചാലുള്ള നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അതൊരു ബ്ലെസ്സിങ് ആകുന്നത്. കർത്താവിൻ്റെ വചനം അനുസരിച്ചാൽ, ആ കർത്താവിൻ്റെ വചനത്തിലൂടെ നമ്മൾ നടക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ബ്ലെസ്സിങ്സ് ലഭിക്കും, എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. ഒന്ന്, ന്യായപ്രമാണം. കർത്താവിൻ്റെ ആ ന്യായപ്രമാണം നമ്മൾ 119 സങ്കീർത്തനത്തിൽ പറയപ്പെടുന്നു, നമ്മൾ ലജ്ജിക്കുകയില്ല, നമ്മളെ കർത്താവ് ലജ്ജിപ്പിക്കുകയില്ല. ആ വചനത്തോട് അനുസരിച്ച്, ആ കർത്താവിൻ്റെ വചനത്തിൻ്റെ ലോ നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ നമ്മളെ കർത്താവ് ലജ്ജിപ്പിക്കുകയില്ല. 2, നല്ല സാക്ഷ്യമുള്ളവരാക്കും. 1, ദൈവഭക്തി വർദ്ധിപ്പിക്കും. കർത്താവിൻ്റെ ന്യായപ്രമാണം, കർത്താവിൻ്റെ കൽപ്പന, കർത്താവിൻ്റെ വചനം നമ്മൾ അനുസരിച്ചാൽ ദൈവത്തോടുള്ളൊരു ഭക്തിയെ നമുക്ക് വർദ്ധിപ്പിക്കുവാൻ കഴിയും. നിന്ദിക്കുന്നവരുടെ കൺമുമ്പിൽ നമുക്കതിന് ഉത്തരം പറയുവാൻ നമ്മളെ പ്രാപ്തരാക്കും. കർത്താവ് നമ്മളെ വിശാലതയിലേക്ക് നടത്തുമാറാക്കും. 5-ാമത്തെ കാര്യം, കഷ്ടതയിൽ നമുക്ക് ആശ്വാസമേകും. നല്ല ബുദ്ധിയും പരിജ്ഞാനവും നമ്മൾ കേൾക്കും. വിശ്വസ്തത തലമുറയോളം ഇരിക്കും. അതായത് നമ്മുടെ വഴികളിലൊക്കെ പ്രകാശമുണ്ടാകും, സമാധാനം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഇത്രയും കാര്യങ്ങൾ ഉടനീളം 119 സങ്കീർത്തനത്തിൽ മുഴുവനായി പറഞ്ഞിരിക്കുന്നു. ഇയ്യോബ് പറഞ്ഞിരിക്കുന്നത് എന്തുവാ? ഇയ്യോബ് 29 അധ്യായത്തിൻ്റെ 3 വാക്യത്തിൽ ഇയ്യോബ് ഇങ്ങനെ പറയുന്നു, അവൻ്റെ ദീപം എൻ്റെ തലയ്ക്കു മീതെ പ്രകാശിച്ചു, ഞാൻ ഇരുട്ടിൽ കൂടെ നടന്നാലും ഞാൻ വെളിച്ചത്തിൽ കൂടാണ് നടന്നതെന്നാണ് ഇയ്യോബ് അവിടെ പറയുവാനായിട്ട് ഇടയായി തീർന്നത്. ഇയ്യോബിൻ്റെ വചനം 23:12 പറയുന്നു, ഞാൻ അധരങ്ങളുടെ കൽപ്പന വിട്ടുമാറിയിട്ടില്ല, വായിലെ വചനങ്ങളെ എൻ്റെ അധരത്തേക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കൽപ്പനയെ അവൻ സൂക്ഷിച്ച് വെച്ചിരിക്കുക. അതുകൊണ്ട് അവൻ ആഹാരം പോലെ ഓരോ ദിവസവും ഭക്ഷിക്കുക എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ വചനം അനുസരിക്കുകയാണെങ്കിൽ, കർത്താവിൻ്റെ ആ ന്യായപ്രമാണം, കർത്താവിൻ്റെ കൽപ്പന നമ്മൾ അനുസരിക്കുകയും ആ വഴിയിലൂടെ നമ്മുടെ നടക്കുകയാണെങ്കിൽ, നമ്മളെ നിന്ദിക്കുന്നവരുടെ മുന്നിൽ നമ്മൾ കഷ്ടവും സങ്കടവും അനുഭവിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ കൽപ്പന നമ്മൾ അനുസരിച്ച്, കർത്താവിൻ്റെ കൽപ്പന നമുക്കൊരു പ്രമോദമാകും. നമ്മുടെ ജീവിതത്തിൽ അതൊരു ഭാഗമാക്കുവാൻ കഴിയും. ആ വചനം നമ്മൾ ഉരുവിട്ടുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ കർത്താവ് നമ്മളെ ലജ്ജിപ്പിക്കില്ല, കർത്താവ് നമ്മളെ സാക്ഷ്യമുള്ളവരാക്കും, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ആശ്വാസമേകും, കർത്താവ് നമുക്ക് ഭക്തിയെ വർദ്ധിപ്പിക്കും, കർത്താവ് നല്ല ബുദ്ധിയെ പരിജ്ഞാനത്തെ നൽകും, കർത്താവിൻ്റെ വിശ്വസ്തത തലമുറയോളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, കഷ്ടതയിൽ ആശ്വാസമേകും, വിശാലതയെ ദൈവം കർത്താവ് നമ്മളെ വഴി നടത്തും, വഴികളിൽ പ്രകാശമായിരിക്കും, കർത്താവിൻ്റെ സമാധാനം നമുക്ക് ജീവിതത്തിൽ നൽകുവാനായിട്ട് ഇടയായി തരുന്നു. ഇല്ലേ, വോക്ക് ഇൻ ദ ലോ, ഒബീഡിയൻസ് ടു ഗോഡ്സ് ലോ എന്നാണ് പറയുന്നത് അല്ലേ. ആ കർത്താവിൻ്റെ അനുസരണഭാവം, ആ വചനത്തിലുള്ള അനുസരണഭാവം നമ്മളിൽ ഉണ്ടാകുകയാണെങ്കിൽ കർത്താവ് ജീവിതമായി നമ്മുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങൾക്കും മറുപടിയായി നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായി തീരും. ഗോഡ് ബ്ലെസ് യു ഓൾ.